ചരിത്രത്തിലെ ആദ്യ ISL ഷീൽഡ് നേടിയെടുത്തിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയെ 1-2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മുംബൈ സിറ്റി ഇന്ന് സമനില നേടിയെങ്കിലും മുംബൈക്ക് ഷീൽഡ് ഉറപ്പിക്കാമായിരുന്നു. എന്നാൽ മുംബൈ പരാജയപ്പെടുകയാണ് ചെയ്തത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി ലിസ്റ്റൺ കൊളാസോയും അതുപോലെ തന്നെ ജേസൺ കമ്മിങ്സുമാണ് ഇന്നത്തെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുംബൈക്ക് വേണ്ടി ഏക ഗോൾ നേടിയത് ലാലിൻസ്വാല ചാങ്തയുമായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ റെഡ് കാർഡും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെൻഡൻ ഹാമിലിനാണ് ഇന്നത്തെ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മോഹൻ ബഗാൻ്റെ താരമാണ്. അതുപോലെ തന്നെ ഇന്ന് നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. നിരവധി യെല്ലോ കാർഡുകളാണ് ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടീം സ്റ്റാഫ് അംഗങ്ങൾക്കുമൊക്കെ ഇന്ന് യെല്ലോ കാർഡൊക്കെ കിട്ടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ISL ചരിത്രത്തിലെ ആദ്യ ഷീൽഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പലവട്ടം ഷീൽഡിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്കത് കയ്യകലെ നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അങ്ങനെ ISL 10ാം സീസണിലെ ഷീൽഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 48 പോയിന്റോട് കൂടിയാണ് 22 മത്സരങ്ങളിൽ നിന്നും 48 പോയിന്റോട് കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ISL ഷീൽഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇനി മോഹൻ ബഗാൻ്റെ ലക്ഷ്യം കിരീടം തന്നെയായിരിക്കും. ISL 10ാം സീസണിലെ കിരീടം തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇനി മോഹൻ ബഗാൻ ഓൾറെഡി സെമിയിലേക്ക് യോഗ്യത നേടി പ്ലേ ഓഫ് ഒന്നും കളിക്കാതെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരത്തിൽ ആര് വിജയിക്കുന്നോ പ്ലേ ഓഫിൽ, ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരമായിരിക്കും സെമിയിൽ നടക്കുക. അങ്ങനെയാണെങ്കിൽ തീപ്പാറും പോരാട്ടം തന്നെ നടക്കും.